ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. നമ്മുടെ എല്ലാ ശ്രദ്ധയും ദിവ്യകാരുണ്യത്തിലേക്ക് കൊണ്ടുവരാം. കാരണം സ്വർഗം നമ്മെ ശ്രദ്ധിക്കുന്ന സമയമാണത്. അതുകൊണ്ട് മുഴുവനും നമ്മുടെ ശ്രദ്ധയും ചിന്തയും ഒക്കെ ഈശോയിലേക്ക് കൊണ്ടുവരാം. ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ എഴുന്നള്ളിയിരിക്കുന്ന സമയമാണല്ലോ. എനിക്ക് വേണ്ടിയിട്ടാണല്ലോ അവൻ അപ്പമായി തീർന്നത്. എന്നോടൊപ്പമാകാനും എൻ്റെ ഉള്ളിൽ വസിക്കാനും അവൻ അപ്പമായി തീർന്നില്ലേ? ആ ദിവ്യകാരുണ്യമായി ഇതാ ഈശോ എഴുന്നള്ളിയിരിക്കുന്ന സമയം. നമ്മുടെ സ്വകാര്യ സങ്കടങ്ങളും വേദനകളും ജീവിതത്തിൽ അലട്ടുന്ന എല്ലാ വിഷയങ്ങളും ഇറക്കി വയ്ക്കാൻ പറ്റുന്ന സമയമാണത്. ഒരുപക്ഷെ നിന്നെ സ്വഭാവനത്തിൽ കേൾക്കാൻ ആരുമില്ലായിരിക്കാം. നിന്റെ മാതാപിതാക്കളോ നിന്റെ മക്കളോ നിന്റെ ജീവിത പങ്കാളി പോലും നിന്നെ കേൾക്കുന്നില്ലായിരിക്കാം. പക്ഷെ നിന്റെ ഭവനത്തിൽ നിന്നെ മനസ്സിലാക്കാൻ ആരുമില്ലായിരിക്കും. നിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും നിന്നെ മനസ്സിലാക്കാതെ കടന്നു പോകുന്ന അവസ്ഥകളായിരിക്കാം. പക്ഷെ നിന്റെ കുടുംബത്തിൽ നിന്നെ സ്നേഹിക്കാൻ ആരുമില്ലായിരിക്കാം. നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്നെ സ്നേഹിക്കാനും നീ എത്ര കണ്ട് സ്നേഹിക്കപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ അത്ര കണ്ട് സ്നേഹം സ്വന്തമാക്കാനൊന്നും പറ്റാതെ നീ കടന്നു പോകുന്നുണ്ടാകാം. ഇതെല്ലാം മനസ്സിന് മുറിവുകളായിട്ട് മാറും. സ്നേഹത്തിൽ വരുന്ന പരിക്കുകളൊക്കെ സ്നേഹത്തിൻ്റെ മുറിവുകളായി നമ്മളിൽ അവശേഷിക്കും. ഇതായി അൾത്താരയിൽ നിത്യസ്നേഹമായി ഈശോ എഴുന്നള്ളിയിരിക്കുന്നു. നിന്നെ മനസ്സിലാക്കാൻ, നിന്നെ അറിയാൻ, നിന്നെ സ്നേഹിക്കാൻ ഒക്കെ കഴിയുന്ന ഈശോ ഈ അൾത്താരയിലുണ്ടല്ലോ. അതുകൊണ്ട് മോനെ, നിൻ്റെ വേദനകൾക്കും നിൻ്റെ സങ്കടങ്ങൾക്കും ഒരു പരിഹാരം ഈ അൾത്താരയിലുണ്ട്. അവ ഇറക്കി വയ്ക്കാൻ നിനക്കൊരിടമുണ്ട്. അതാണല്ലോ ഏറ്റവും വലുത്. ഞാൻ കടന്നു പോകുന്ന എൻ്റെ ജീവിതത്തിൻ്റെ സകല ദുഃഖ ദുരിതങ്ങളെയും എന്നെ ഭാരപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ സകല ഭാരവും ഇറക്കി വയ്ക്കാൻ ഒരിടമുണ്ടെങ്കിൽ അത് ഈ അൾത്താരയാണ്, അത് ഈ ദിവ്യകാരുണ്യ ഈശോയാണ്. അതുകൊണ്ട് ഈശോയിൽ എല്ലാം ഇറക്കി വെച്ച് നമുക്ക് ഒരുമിച്ച് സ്നേഹത്തോടെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ നിമിഷം നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തിനൊന്ന് നന്ദി പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. കാരണം കഴിഞ്ഞ ജാഗരണ പ്രാർത്ഥന മുതൽ ഈ സമയം വരെ ദൈവം നമ്മളെ പരിപാലിച്ചില്ലേ? എത്രയോ പേര് ഈ ഒറ്റ മാസം നമ്മളിൽ നിന്ന് വേർപെട്ടു പോയിട്ടുണ്ട്. ഇപ്പോഴും ഈ ജാഗരണത്തിനും തമ്പുരാൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കാൻ, ജീവനോടെ നിൽക്കാൻ ദൈവം നമ്മെ അനുവദിച്ചില്ലേ? നന്ദി പറയാം. നമുക്ക് നടത്തിയ വഴികൾ, തമ്പുരാൻ ചേർത്ത് പിടിച്ച ഇന്നലകൾ, അത്ര കണ്ട് മനസ്സ് തളർന്നും തകർന്നും പോകാമായിരുന്ന അനുഭവങ്ങളിൽ തമ്പുരാൻ്റെ വചനവും സ്നേഹവും ഒക്കെ നമ്മളെ കൈപിടിച്ച ഇന്നലകൾ, അതിനെല്ലാം ഓർത്ത് ഒരു നിമിഷം നന്ദി പറയട്ടെ. അതോടൊപ്പം ആർക്കെല്ലാം വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഈ ജാഗരണത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ അവരെല്ലാം ഈ ദിവ്യകാരുണ്യ സ്നേഹത്തിൽ സമർപ്പിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ എല്ലാ വേദനകളും ഇറക്കി വയ്ക്കാം. എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങളിപ്പോൾ കടന്നു പോകുന്നുണ്ടോ? പല പ്രശ്നങ്ങൾക്കും ഒത്തിരി നമ്മൾ പറയുന്നില്ലേ, ഒരു പരിഹാര മാർഗം അന്വേഷിച്ചിട്ടും പരിഹരിക്കപ്പെടാൻ പറ്റാതെ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. ഈശോയ്ക്ക് കൊടുത്തേ. ജോലിയില്ലാതെ വേദനിക്കുന്നവർ ഇതിനകത്തുണ്ടാകാം. നിങ്ങളുടെ അവസ്ഥകൾ ഈശോയ്ക്ക് കൊടുത്തേ. മക്കളില്ലാത്തവർ ഇതിനകത്തുണ്ട്. നിങ്ങളുടെ അവസ്ഥകൾ ഈശോയോട് പറഞ്ഞേ. കുടുംബത്തിൽ സമാധാനം സ്വസ്ഥതയൊന്നുമില്ല, ഇപ്പോഴും കലഹവും ഭിന്നതയും അസ്വസ്ഥതയും അസമാധാനവും ഒക്കെയുള്ളൊരു അന്തരീക്ഷമുള്ള കുടുംബങ്ങളുണ്ടാകാം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥകളൊക്കെ ഈശോയോട് പറ. പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷം പോലും നിങ്ങളുടെ ഭവനങ്ങളിൽ കാണണമെന്നില്ല. ഈശോയോട് പറഞ്ഞേ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടേണ്ട ഇടങ്ങളാണല്ലോ നമ്മുടെ ഭവനങ്ങൾ. സ്നേഹത്തിൽ വളരാൻ സ്വർഗം തന്ന ഇടമാണല്ലോ നമ്മുടെ ഭവനങ്ങൾ. അവിടെ പോലും നമുക്ക് സ്നേഹത്തിൽ വളരാൻ പറ്റണില്ല. നിഷേധിക്കപ്പെടുന്ന അനുഭവങ്ങളും തിരസ്കരിക്കപ്പെടുന്ന അനുഭവങ്ങളും മാറ്റി നിർത്തപ്പെടുന്ന അനുഭവങ്ങളും വഞ്ചിക്കപ്പെടുന്ന
ഒക്കെ അനുഭവങ്ങളായിരിക്കാം പക്ഷേ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അമ്മയിലെല്ലാം ഈശോയ്ക്ക് കൊടുത്തേ. കടബാധ്യതയുടെ നടുവിൽ നിന്ന് വേദനിക്കുന്നവരുണ്ടാകാം. ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതകൾ, ലോൺ എടുത്തതാകാം, അടച്ചു വീട്ടാൻ പറ്റണില്ല. പക്ഷേ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി എടുത്തതാകാം, തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥകൾ. വിദേശ രാജ്യങ്ങളിലേക്ക് മാറാൻ വേണ്ടി അതിന് പഠിക്കാനും അതിനു വേണ്ടി കൊടുത്തതാകാം, ഒക്കെ തിരിച്ചു കിട്ടാത്ത അവസ്ഥകൾ മുതൽ അതിൻ്റെ പേരിൽ വല്ലാത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. നിങ്ങളുടെ എല്ലാ സാമ്പത്തിക വരുമാന മാർഗങ്ങളെയും കൊടുത്ത് പ്രാർത്ഥിക്കുക. പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഈ ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട്, പ്രത്യേകിച്ച് നീറ്റ് എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. ഇവരൊക്കെ നമുക്ക് സമർപ്പിക്കാം. അനാവശ്യമായ ആകുലതകളും ഭയത്തിലേക്കൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ വീഴാതിരിക്കാൻ കർത്താവിൻ്റെ സ്നേഹത്തിൽ അനുവദിക്കുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ആത്മീയ പക്വത, വൈകാരിക പക്വത നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകാൻ പ്രാർത്ഥിക്കാം. പഠന മേഖലകളിൽ അസ്വസ്ഥതകളുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകം സമർപ്പിക്കാം. സ്വഭാവത്തിൽ അസ്വസ്ഥതകൾ, ഭാരം, സങ്കടം, നിരാശ, ഭയം, ടെൻഷൻ ഇതൊക്കെ കൊണ്ടു നടക്കുന്ന ഏതെങ്കിലും അവസ്ഥകളുണ്ടെങ്കിൽ ആ അവസ്ഥകളെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് ഇറക്കി വെച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ. സങ്കീർത്തനം 71 അധ്യായം അതിൻ്റെ 5-ാമത്തെ തിരുവചനത്തിൽ 1ഉം 5ഉം തിരുവചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിക്കാനിടയാക്കരുത്. ഈശോയെ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഒരു നാളും ലജ്ജിക്കാനിടയാകരുത്. 5-ാമത്തെ വചനം പറയുന്നത്: കർത്താവേ, അങ്ങാണ് എൻ്റെ പ്രത്യാശ, ചെറുപ്പം മുതലേ അങ്ങാണ് എൻ്റെ ആശ്രയം, അതുകൊണ്ട് ഞാൻ ലജ്ജിക്കാൻ അങ്ങ് ഇടവരുത്തരുതേ. ഇരുകരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. തമ്പുരാനിൽ ആശ്രയിക്കാൻ സങ്കീർത്തകൻ പറഞ്ഞതുപോലെ, ദൈവമേ, നീയാണ് എൻ്റെ ആശ്രയം, നീയാണ് എൻ്റെ പ്രത്യാശ എന്നുള്ളതുകൊണ്ടെന്ന് പറഞ്ഞേ. ഹൃദയം കൊണ്ട് ഈശോയോട് പറ: ഈശോയെ, നീ മാത്രമാണ് എൻ്റെ ആശ്രയം, നീ മാത്രമാണ് എൻ്റെ പ്രത്യാശ. പലതിലും ഞാൻ ആശ്രയം വെച്ചു, പലതിലും ഞാൻ പ്രത്യാശ വെച്ചു. ശരിക്കറിയാം, ആത്യന്തികമായി നിന്നിലാണ് എൻ്റെ പ്രത്യാശ, നിന്നിലാണ് എൻ്റെ ആശ്രയം എന്ന്. ഇതാ ഈശോയെ, നിന്നിൽ ഞാൻ എൻ്റെ ജീവിതത്തെ പുനഃപ്രതിഷ്ഠിക്കുന്നു. നിന്നിൽ എൻ്റെ ആശ്രയത്വത്തെ, എൻ്റെ പ്രത്യാശ ജീവിതത്തെ ഒക്കെ പുനഃപ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തുമ്പോൾ ദൈവത്തിൻ്റെ വറ്റാത്ത കരുണ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷമായിട്ടത് മാറട്ടെ. ദൈവസ്നേഹം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന സമയമായിട്ടത് മാറട്ടെ. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ, പ്രതീക്ഷ അസ്തമിച്ചു പോയ എല്ലാ അനുഭവങ്ങളിലേക്കും കർത്താവിൻ്റെ കരുണ ഒഴുകിയിറങ്ങട്ടെ. ഏതെല്ലാം വിഷയങ്ങളാണോ ഈശോ കൊടുക്കാനുള്ളത് അതെല്ലാം ഈശോയുടെ സ്നേഹത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ആത്മാവ് പ്രേരിപ്പിക്കുന്നത് പോലെ ഏതാനും നിമിഷം കർത്താവിനൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, 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 അങ്ങിൽ മാത്രമാണ് എൻ്റെ പ്രത്യാശ, അങ്ങിൽ മാത്രമാണ് എൻ്റെ ആശ്രയം. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. കരങ്ങളടിച്ച് ദാനത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് പാടി പ്രാർത്ഥിക്കാം. സന്തോഷത്തോടെ ഈശോയെ ആരാധിക്കട്ടെ. ഭാരങ്ങൾ വഹിക്കുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ
കൈവിടാത്തവൻ യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം കരങ്ങൾ ഉയർത്തി അടിച്ച് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എന്തിനെന്ന് ചോദിക്കില്ല എന്തിനെന്ന് ചോദിക്കില്ല എന്റെ നന്മയ്ക്കാണ് കരുതുന്നവൻ കരങ്ങൾ താഴ്ത്തി ഭാരങ്ങൾ വഹിക്കുന്നവൻ കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ ഇരു കരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടി സ്വരമുയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച ഈശോയെ, ഈശോയെ നിന്നിലാണ് എൻ്റെ പ്രത്യാശ. ദൈവമേ, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. കർത്താവെ, ചങ്കുപിടയുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഇതിനകത്തുണ്ട്. കർത്താവെ, ഒത്തിരിയേറെ തടസ്സങ്ങൾ, ഒത്തിരിയേറെ പ്രതിസന്ധികൾ, ഒത്തിരിയേറെ ജീവിതത്തിൻ്റെ ഭാരം കൊണ്ടു നടക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. യേശുവേ, ആരെയും നീ കൈവിടരുതേ. യേശുവേ, പരീക്ഷകളിൽ നീ ചേർന്ന് നിൽക്കുമെന്ന് പറഞ്ഞല്ലോ, സങ്കടങ്ങളിൽ നീ ഞങ്ങളെ ചേർത്ത് നിർത്തുമെന്ന് പറഞ്ഞല്ലോ, ഞങ്ങളുടെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുമെന്നങ്ങ് പറഞ്ഞല്ലോ. ഈശോയെ, അതിനെ തുറന്ന് വിളിച്ച് ഈശോയെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ, നിന്റെ ശക്തമായ സാന്നിധ്യം ഈ സമൂഹത്തിന്റെ മേൽ നീ വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, വലിയ വിടുതലുകൾ ഈ സമൂഹത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന. ഹല്ലേലൂയ. കരങ്ങളടിച്ച് കരങ്ങളടിച്ച് ശക്തമായിട്ട് കരങ്ങളടിച്ച് ആനന്ദത്തോടെ പാടി ദൈവത്തെ ആരാധിച്ച് ഈശോയെ, ആമേൻ. എന്റെ യേശുവിൻ കരങ്ങളിൽ Yes, Lord, I believe. അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി കരുതുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണ് കരുതുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ ഈശോ, ഭാരങ്ങൾ വഹിക്കുന്നവൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ. എന്നെ കൈവിടാത്തവൻ യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി കരുതുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി കരുതുന്നു ഞാൻ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ ഹല്ലേലൂയ. ഈശോയെ എന്ന് വിളിച്ചേ ഈശോയെ, നന്മയ്ക്കായി കരുതുന്നു ഈശോയെ, യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ കരുണയുടെ കരം നീട്ടണമേ. ഈശോയെ, നിന്നെ സുഖപ്പെടുത്തുന്ന കരം നീട്ടണമേ. യേശുവേ, നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഈ മക്കളെ നീ കരുണയോടെ കടാക്ഷിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ 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 ഈശോയെ.
ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 ഈശോയേ ആരാധന 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 ഹല്ലേലൂയ ഈശോയേ ആരാധന ഈശോയേ ആരാധന. കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിക്കുക. വളരെ പ്രത്യേകമായ ഒരു വിഷയം നമ്മളിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പല മേഖലകളിൽ തടസ്സങ്ങൾ അനുഭവിക്കുന്ന മക്കൾ ഈ കൂട്ടായ്മയിലുണ്ട്. നിങ്ങളുടെ തടസ്സത്തിൻ്റെ എല്ലാ മേഖലകളും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക. പ്രാർത്ഥനാ ജീവിതത്തിൽ തടസ്സമുള്ള മക്കൾ ഇതിനകത്തുണ്ടാകാം. പ്രാർത്ഥിക്കാൻ പറ്റണില്ല, വചനം വായിക്കാൻ പറ്റണില്ല, പഴയ പോലെ ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ പറ്റണില്ല, വിശുദ്ധ ജീവിതം നിലനിൽക്കാൻ പറ്റണില്ല. അങ്ങനെ വല്ലാതെ തടസ്സങ്ങൾ നേരിടുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം. ആ വിഷയങ്ങളെ കൊടുത്ത് പ്രാർത്ഥിക്കുക. ഭൗതിക ജീവിതത്തിൻ്റെ വിഷയങ്ങൾ, പ്രത്യേകിച്ച് വരുമാന മാർഗങ്ങൾ, ജോലി, പഠനം, ബിസിനസ്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ തടസ്സങ്ങളുള്ളവരുണ്ടെങ്കിൽ, വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങൾ, വിസ തടസ്സങ്ങൾ, കാര്യങ്ങൾ കൊടുത്തിട്ട് 2-3 മാസം കൊണ്ടൊക്കെ റെഡിയാകേണ്ട കേസുകൾ 2-3 വർഷമായിട്ടും ഡിലേ ആയി കിടക്കുന്ന അവസ്ഥകൾ, പക്ഷെ കൂടെ സബ്മിറ്റ് ചെയ്തവരൊക്കെ പുറത്തുപോയി, എന്നിട്ടും നമ്മുടെ കാര്യത്തിൽ മാത്രം ഇതുവരെ ഒരു മാറ്റമില്ലാത്ത സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ടാകാം. പക്ഷേ സാമ്പത്തിക ചില ഇടപാടുകളിൽ നഷ്ടങ്ങൾ സംഭവിച്ച അവസ്ഥകൾ, തടസ്സങ്ങൾ നേരിടുന്ന വരുമാന മാർഗങ്ങൾ ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഏതെല്ലാം മേഖലകളിൽ നിങ്ങൾ തടസ്സങ്ങളുണ്ടോ? വിവാഹ തടസ്സമുള്ളവരുണ്ട്, പ്രായമായിട്ട് വിവാഹം നടക്കാത്തവർ, 30-35 വയസ്സൊക്കെ ആയിട്ടും വിവാഹത്തിൻ്റെ കാര്യങ്ങളൊന്നും ക്രമീകരിക്കപ്പെടാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ, അതൊരു ഭവനത്തിൽ തന്നെ 1-2 മക്കളൊക്കെ 30-ലധികം പ്രായമായിട്ട് വിവാഹം നടക്കാത്ത അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ടാകാം. അവസ്ഥകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. പഠന മേഖലകളിലൊക്കെ തടസ്സങ്ങളുള്ളവരുണ്ട്, പഠിക്കാൻ പോയിട്ട് പൂർത്തിയാക്കാൻ പറ്റണില്ല, പഠന മേഖലകളിൽ വല്ലാത്ത അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ, പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥകൾ, ഇയർ ബാക്കൊക്കെ ആകുന്ന അവസ്ഥകൾ ഒക്കെ ഉണ്ടാകാം. എല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. എല്ലാ തടസ്സങ്ങളും ഈശോയ്ക്ക് കൊടുക്കുക. ഏതെല്ലാം മേഖലയിൽ തടസ്സങ്ങളുണ്ടോ അതെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. ചെങ്കടലിൻ്റെ മുമ്പിൽ ജനം നിന്നപ്പോൾ വലിയ തടസ്സമാണ്. അവരെ സംബന്ധിച്ചത് വലിയ തടസ്സമാണ്, പക്ഷെ ദൈവത്തെ സംബന്ധിച്ചത് വലിയ തടസ്സമല്ലായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ അനുഭവിക്കുന്നതെല്ലാം വലിയ തടസ്സമാണ്. ഒരു വിൽപ്പനയും വാങ്ങലൊക്കെ ആഗ്രഹിച്ചിട്ട് അതൊക്കെ തടസ്സമാണ്. പറമ്പ് വിൽക്കാൻ ആഗ്രഹിച്ച്, ഭവനം വിൽക്കാൻ ആഗ്രഹിച്ചിട്ടും ഒന്നും നടക്കണില്ലല്ലോ. നമ്മുടെ മുമ്പിൽ ഇത് ശരിക്കും ചെങ്കടൽ പോലെ വല്ലാത്ത പ്രശ്നമാണ്. പക്ഷേ തമ്പുരാന് ആ ചെങ്കടലിൻ്റെ നടുവിൽ ഒരു വഴി കാണാൻ പറ്റും. നമുക്കത് കാണാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഈ അനുഭവത്തിൻ്റെ മുമ്പിൽ നമ്മൾ കുറച്ച് നാളുകളും ദിവസങ്ങളൊക്കെ ആയി വല്ലാതെ അസ്വസ്ഥപ്പെട്ട് നിൽക്കുന്നവരാകാം. ഈ അസ്വസ്ഥതകളുടെ നടുവിലും എൻ്റെ ദൈവം ഈ പ്രശ്നത്തിൻ്റെ നടുവിലൂടെ എന്നെ നടത്തിക്കൊണ്ടുപോകുമെന്ന് നീ ഒന്ന് വിശ്വസിച്ചേ. കാരണം നീ നിൽക്കുന്നത് ഇപ്പോൾ ശക്തമായ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിലാണ്, മനുഷ്യൻ്റെ കരത്തിൻ്റെ കീഴിലല്ലല്ലോ. പത്രോസിൻ്റെ നിഴലടിച്ചവർ സൗഖ്യം പ്രാപിച്ചെന്ന വചനം പറയുന്നത്. ഇത് പത്രോസിന് അഭിഷേകം നൽകി അഭിഷിക്തനായ ക്രിസ്തു ഈ അൾത്താരയിലുണ്ട്. അവന്റെ നിഴലടിച്ചാൽ സംഭവിക്കാത്ത അത്ഭുതങ്ങളുണ്ടോ? വെള്ളത്തിൻ്റെ മീതെ മോശ കരമുയർത്തിയപ്പോൾ, വടിയുയർത്തിയപ്പോൾ ചെങ്കടൽ 2ആയി വിഭജിക്കപ്പെടുകയും ആ പ്രശ്നത്തിൻ്റെ നടുവിലൂടെ തന്നെ ഒരു ജനം അക്കരെ കടക്കുകയും ചെയ്തില്ലേ? മോനെ, എന്തൊക്കെ പ്രശ്നങ്ങൾ മുമ്പിലുണ്ടായാലും, എന്തൊക്കെ പ്രതിസന്ധികൾ മുമ്പിലുണ്ടായാലും, ചെങ്കടൽ പോലെ ഉയർന്നു നിൽക്കുന്ന ജെറിക്കോ മതിൽ പോലെ ഇങ്ങനെ ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിലും ദൈവത്തിൻ്റെ കരം അതിനേക്കാൾ ശക്തമാണെന്ന് വിശ്വസിക്കുക. കർത്താവൊന്ന് സ്പർശിച്ചാൽ, ഈശോയെ നടപെട്ടാൽ തീരാനുള്ള പ്രശ്നങ്ങളെ നമുക്കുള്ളൂ. കർത്താവിന് ഈ ചെങ്കടലിൻ്റെ നടുവിലൂടെ ഒരു വഴി ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഈശോയെ ആ വഴി എനിക്ക് തുറന്നു തരാൻ പറ. കരങ്ങൾ 2 തുറന്ന് യാചനാപൂർവ്വം പിടിക്കുക. ഈശോയോട് പറ, ആ വഴി എനിക്ക് തുറന്ന്. നിനക്ക് കാണാൻ പറ്റുന്നൊരു വഴിയുണ്ടല്ലോ, എനിക്ക് കാണാൻ പറ്റണില്ല. എല്ലായിടത്തും അന്ധകാരമാണ്, ചുറ്റും അന്ധകാരമാണ്, ചുറ്റും പ്രശ്നമാണ്. പക്ഷെ നിനക്ക് ഇതിൻ്റെ നടുവിലൊരു വഴി കാണാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പ്രശ്നത്തിനൊരു പരിഹാരം നിൻ്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ദൈവമേ, ആ മാർഗത്തെ, ആ വഴി എനിക്ക് തുറന്നു തരാൻ പറ. ആ വഴി, വേറെ വഴിയൊന്നും തുറന്നു തരരുത്. നമ്മുടെ ബുദ്ധിയും നമ്മുടെ ആലോചനകളും നമ്മുടെ ഇന്നലകളുടെ അനുഭവങ്ങളും
നമ്മൾ കടന്നുപോയ വഴികളും നാട്ടുകാരും ലോകം പറഞ്ഞ വഴികളല്ല നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാര മാർഗം. ദൈവം തുറന്നു തരുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ പോകാൻ ദൈവമേ ആ വഴി എനിക്ക് തുറന്നു തരാൻ പറ. മറ്റു വഴികളെല്ലാം അടച്ചു കളഞ്ഞോളാൻ പറ. ആ വഴി തുറന്നു കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. കരങ്ങൾ തുറന്ന യാചനാപൂർവ്വം പിടിച്ചിട്ട് കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ട് 2-3 പേര് കേൾക്കുന്ന സ്വരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഈ നിമിഷം പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ നിങ്ങൾക്ക് വേണ്ടി ആ വിഷയങ്ങളിൽ ഒരു വിടുതലുണ്ടാകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മോശയുടെ കരങ്ങളിലൂടെ ചെങ്കടലിൻ്റെ നടുവിലൂടെ ഒരു ജനത്തെ നടക്കാൻ നീ അനുവദിച്ചില്ലേ ദൈവമേ? പൗരോഹിത്യത്തിൽ അങ്ങനെക്ക് തന്ന അതേ അധികാരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഈ ജനം അഭിമുഖീകരിക്കുന്ന ചെങ്കടൽ അനുഭവത്തിൻ്റെ നടുവിലൂടെ ഈ ജനത്തെ നടക്കാൻ അനുവദിക്കാൻ തക്ക വിധത്തിൽ ആ ചെങ്കടലുകളെ നീ വിഭജിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തകർന്നു പോകട്ടെ. ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. അസ്വസ്ഥതകൾ അഴിഞ്ഞു പോകട്ടെ. ആകുലതയുടെ കെട്ടുകൾ അഴിയട്ടെ. ആത്മഹത്യ പ്രവണതകൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലകളുള്ള ഞെരുക്കങ്ങൾ, വിൽപ്പനകളും വാങ്ങലുകൾക്കും തടസ്സം നിൽക്കുന്ന മേഖലകൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പൗരോഹിത്യത്തിൽ അങ്ങ് തന്ന അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ അർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനകളുടെ യോഗ്യതകളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ട 5 ലക്ഷത്തിലധികം വരുന്ന വിശുദ്ധ കുർബാനകളുടെ അനന്തമായ യോഗ്യതയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ രൂപതയിൽ എല്ലാ വൈദികരോട് ചേർന്ന്, സെബാസ്റ്റ്യൻ മെത്രാനോട്, ജസ്റ്റിൻ മെത്രാനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിന്റെ സ്ഥാപക ഡയറക്ടറായ മഞ്ഞാക്കലച്ചന്റെ ആത്മീയ അധികാരത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിന്റെ സുപ്പീറച്ചനായ ബഹുമാനപ്പെട്ട കാര്യച്ചന്റെ ആത്മീയ അധികാരത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൗരോഹിത്യത്തിൽ സമർപ്പണത്തിലൂടെ എനിക്ക് അങ്ങ് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിക്കുന്നു. മത്തായി 18:18 ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെടുമെന്നും ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെടുമെന്ന ദൈവവചനത്തിന്റെ അധികാരത്തോട് അടിഞ്ഞു പോകട്ടെ. തലമുറ ശാപക്കെട്ടുകൾ അടിയട്ടെ. പാരമ്പര്യ രോഗങ്ങൾ അടിയട്ടെ. മാനസിക വൈകല്യങ്ങൾ അടിയട്ടെ. നിരാശയുടെ കെട്ടുകൾ അടിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ തിരുരക്തം ഈ ജനത്തിന്റെ മേൽ നീ ഒഴുക്കണമേ. യേശുവേ, സൗഖ്യങ്ങൾ ആവശ്യമുള്ള മക്കളുണ്ട്. ശരീരത്തിൽ രോഗങ്ങൾ കൊണ്ടു നടക്കുന്ന മക്കൾ ഇതിനുണ്ട്. മാരക രോഗങ്ങൾ, മാറാ രോഗങ്ങൾ മൂലം വേദനിക്കുന്നവർ ഇതിനകത്തുണ്ട്. യേശുവേ, സുഖപ്പെടുത്തുന്ന കരം നീട്ടണമേ. യേശുവേ, നിന്റെ സുഖപ്പെടുത്തുന്ന കരം നീട്ടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. രാത്രിയുടെ യാമങ്ങളിൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആയി കിടക്കുന്ന അവസ്ഥയുള്ള 3 മക്കളെ കർത്താവ് കൂട്ടായ്മയിൽ അനുഗ്രഹിക്കുന്നതായിട്ട് സൗഖ്യം നൽകി, അതായത് സുഖനിദ്ര നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. വലതുകാൽ മുട്ടിന് വല്ലാത്ത വേദനയും അസ്വസ്ഥതയൊക്കെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. ഏകദേശം 40 ലക്ഷത്തിലധികം രൂപയുടെ ബാധ്യതയും അസ്വസ്ഥതയൊക്കെയുള്ളൊരു കുടുംബത്തെ കർത്താവ് കൈപിടിച്ച് ആ വിഷയത്തിൽ അനുഗ്രഹിച്ചുയർത്തുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. മകളുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തൊക്കെയോ അസ്വസ്ഥതകളുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരമ്മയുടെ പ്രാർത്ഥനയും കർത്താവിൻ്റെ സ്നേഹത്തിൽ എത്തുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബത്തിൽ രോഗിയായി കിടക്കുന്ന, ശരീരം ഏകദേശമൊക്കെ തളർന്ന് എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ രോഗിയായി കിടക്കുന്ന ആർക്കോ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹാർട്ടുമായി ബന്ധപ്പെട്ട എന്തോ ഒരു രോഗാവസ്ഥയുടെ നടുവിൽ ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാവി ജീവിതത്തെക്കുറിച്ച് കൃത്യമായൊരു തീരുമാനമെടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന 2 മക്കളെ കർത്താവ് ഈ കൂട്ടായ്മയിൽ ഈ ദിവസങ്ങളിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കുന്നതായിട്ടും കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. സ്വർണം എന്തോ പണയം വെച്ചിട്ട് അത് തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥ, അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു കുടുംബത്തെ, ആ കുടുംബത്തിൻ്റെ വരുമാന മാർഗത്തെ കർത്താവ് അനുഗ്രഹിച്ചുയർത്തുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. വിശ്വസിച്ചേറ്റെടുത്ത് കർത്താവിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാവരും ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. ദൈവമാണ് നമ്മുടെ പ്രത്യാശ, ദൈവമാണ് നമ്മുടെ ആശ്രയം, ദൈവമാണ് നമ്മുടെ ബലം. ഈശോയെ, ഈ രാത്രിയുടെ യാമങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയതിന് നന്ദി പറയുന്നു. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാൻ അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുത്തല്ലോ. ഈ ശുശ്രൂഷകളോട് ചേർന്ന് ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകായിരങ്ങളുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകളെ തമ്പുരാൻ ഇപ്പോൾ ചേർന്ന് നിർത്തുന്നു. ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് ഈ മക്കൾ മാത്രമല്ല, വിദൂരങ്ങളിലോ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് കണ്ണുനീരോടെ വേദനയോടെ നിന്നെ വിളിച്ച് കരയുന്ന മക്കളുണ്ട്. അടച്ചിട്ട മുറികളിൽ വീർപ്പുമുട്ടി കഴിയുന്ന മക്കളുണ്ട്. നല്ലൊരു ആശ്വാസത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. എല്ലാവരിലേക്കും ഈശോയെ നിൻ്റെ സ്നേഹത്തിൻ്റെ സ്പർശനം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന.